സ്നേഹപൂർവ്വം ശ്യാമയുടെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവനാരായണന് ജീവന്റെ അമ്മയും കൂടി വരികയാണ് വീട്ടിലേക്ക്. മുത്തശ്ശി ഓടി വന്ന ജോത്സ്യൻ എന്താ പറഞ്ഞ വിവാഹത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ദേവനാരായണനോട്. വിവാഹത്തിന് തടസ്സമൊന്നും ഇല്ലാന്നും കുട്ടികളുടെ നാളുകൾ തമ്മിൽ നല്ല ചേർച്ചയാണെന്നും ഒക്കെ ജീവന്റെ അമ്മ പറയുന്നുണ്ട്. പക്ഷെ മുഹൂർത്താണ് പ്രശ്നമെന്നും പറയുന്നുണ്ട്. 14 മാസം കഴിഞ്ഞ് ഇതിന്റെ മുഹൂർത്തമുള്ളൂ എന്ന് ദേവനാരായണൻ പറയുകയാണ്. ഇപ്പൊ നമുക്കൊരു സമാധാനത്തിന് കല്യാണം 14 മാസം കഴിഞ്ഞ് നടത്താം, അതല്ലെങ്കിൽ ജോത്സ്യൻ ഒരു മുഹൂർത്തം കൂടി പറഞ്ഞിട്ടുണ്ട്, നാളെ രാവിലെ എന്ന് ജീവന്റെ അമ്മ പറയാണ്. ഇത് കേട്ട് അവിടെ നിന്ന് രാധിക ഞെട്ടുന്നുണ്ട്. ഏറ്റവും ഉത്തമമായ മുഹൂർത്തമാണ് നാളെ രാവിലെ, അല്ലെങ്കിൽ പിന്നെ വൈകും. ഞങ്ങൾ അവിടെ വെച്ചൊരു തീരുമാനം പറഞ്ഞിട്ടില്ല, നിങ്ങളായിട്ട് ആലോചിച്ചിട്ട് ആവാന്ന് കരുതിയെന്നും പറയുന്നുണ്ട് കേട്ടോ ദേവനാരായണൻ. ഇത് കേട്ട് ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട് രാധിക. ഇതിലിപ്പോ എന്താ ദേവ ഇത്ര ആലോചിക്കാനുള്ളേ? കല്യാണം ഗംഭീരമായി നടത്താനുള്ള ഉദ്ദേശമൊന്നും നമുക്കില്ലല്ലോ. വേണ്ടപ്പെട്ടവർ ഉണ്ടാകും, ഒരു താലി കഴുത്തിൽ വീഴുക, അതിനപ്പുറത്തേക്കൊന്നും വേണ്ടാന്നാണ് ജീവന്റെ അമ്മയും പറഞ്ഞിരിക്കുന്നതല്ലേ എന്ന് മുത്തശ്ശി പറയുമ്പോൾ, അതൊക്കെ ശരിയാണമ്മേ, പക്ഷെ മകളുടെ വിവാഹത്തെക്കുറിച്ച് ഒരു ചെറിയ സങ്കല്പമൊക്കെ നമുക്കും ഇല്ലേന്ന് ദേവനാരായണൻ പറയാണ്. ഒരു ചടങ്ങാണോ വലുത്, അതോ സൗഭാഗ്യത്തോടെയുള്ള അവളുടെ ജീവിതമാണോ വലുതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കാൻ മുത്തശ്ശി പറയാണ്. അല്ലാച്ചാ ഇത്ര പെട്ടെന്ന് പറഞ്ഞു വരുകയാണ് രാധിക. ആ സമയം കാര്യങ്ങൾ സംസാരിക്കുന്ന ഇവിടെ കാരണവന്മാരുണ്ടെന്ന് നിന്റെ അഭിപ്രായം വേണ്ടാന്ന് മുത്തശ്ശി പറയുമ്പോൾ, അല്ല കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്ന് പറയാണ് ജീവന്റെ അമ്മ. വേറൊന്നും അല്ല, പെട്ടെന്നാകുമ്പോൾ വെട്ടിമുറിച്ചതുപോലെ ഞങ്ങളെയൊക്കെ വിട്ട് പോകേണ്ടി വരില്ലേ, അതിന്റെ വിഷമമാണെന്ന് യശോദ പറയാണ്. അതിന് ഞാൻ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്നൊന്നും അല്ലല്ലോ, എപ്പോ വേണമെങ്കിലും കുട്ടിക്ക് അങ്ങോട്ട് വരാം, അച്ഛന്റെയും അമ്മയുടെയും കൂടെ നിൽക്കുകയും ചെയ്യാമെന്ന് പറയാണ് ജീവന്റെ അമ്മ. ബന്ധുക്കൾക്ക് ചിലപ്പോൾ പരാതികൾ ഉണ്ടാകും, പക്ഷെ ഞാൻ കുട്ടികളുടെ കാര്യം നോക്കുന്നുള്ളൂ. അവർക്ക് ഏറ്റവും ഉത്തമമായ മുഹൂർത്തം നാളെയാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണെന്ന് പറയാണ് ജീവന്റെ അമ്മ. ഉറപ്പിച്ചോളൂ, നേട്ടണ്ടാന്ന് യശോദയും പറയാണ്. ആ സമയം കൃഷ്ണന്റെ മുമ്പിൽ ചെന്ന് നിന്ന് കരയുന്നുണ്ട് രാധിക. പിന്നീട് മുത്തശ്ശിയും സൂര്യയും കൽപ്പനയും എല്ലാവരും കൂടി റിസോർട്ടിൽ എത്തുമ്പോൾ മുത്തശ്ശിയും അമ്മയും കൂടി റിസോർട്ടിന് പുറത്തു കൂടി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ആ സമയം സൂര്യക്ക് വായിൽ വെച്ച് ഭക്ഷണം കൊടുക്കുന്ന കൽപ്പനയെ കാണിച്ചു കൊടുക്കുകയാണ് പത്മിനി. ഇത് കണ്ട് അവർക്ക് സന്തോഷമാകുന്നുണ്ട്. ആ സമയം സൂര്യയോടുള്ള പെരുമാറ്റം തെറ്റായി പോയി എന്നൊക്കെ പറഞ്ഞ ക്ഷമ ചോദിക്കുകയും ചെയ്യുകയാണ് കൽപ്പന. ആ സമയം ഗൗതം വീൽചെയറിൽ ഇരിക്കുന്ന ആളാ, കൈകാര്യം ചെയ്യാൻ എളുപ്പമാ, ബാർക്കെട്ടിന്നോ മറ്റോ തള്ളിയിട്ടാൽ മതി എന്ന ഗുണ്ടകളോട് വിളിച്ച് പറയാണ്. ശരി സാർ, ഞങ്ങൾ വരേണ്ട സ്പോട്ട് പറഞ്ഞാൽ മതി എന്ന് പറയാണ് ഗുണ്ടകൾ. അത് ഞാൻ കൃത്യമായിട്ട് ലൊക്കേഷൻ അയക്കാമെന്നും പറയുന്നുണ്ട് ഗൗതമം. ആർക്കും ഒരു സംശയം തോന്നരുതെന്നും പറയുന്നുണ്ട് കേട്ടോ ഗൗതം. പിന്നീട് പത്മിനി സന്തോഷ കണ്ണീർ കൊണ്ട് എന്റെ മോന്റെ സന്തോഷം കണ്ടോ, അവൻ ചിരിക്കുന്ന കണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശിയോട്. ഇത്ര നാളായി അവനിങ്ങനെ ചിരിച്ചിട്ട്, ഏട്ടനില്ലാതെ പോയല്ലോ ഇതൊക്കെ കാണാനെന്നും പത്മിനി പറയുമ്പോൾ, അതിനെന്താ, തിരിച്ചു ചെല്ലുമ്പോൾ പരമേശ്വരൻ ഉണ്ടാകൂലോ. കൽപ്പനയുടെ ഈ മാറ്റം വാസ്തവമായിരുന്നാ മതി, കൊതിപ്പിച്ചിട്ട് കൈവിട്ട് കളയലല്ലേ കൃഷ്ണ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് മുത്തശ്ശി ആ സമയം. പിന്നീട് വരുണിനെ കല്യാണക്കാരെ അറിയിക്കാമെന്ന് തീരുമാനിച്ച് ദേവനാരായണൻ വരുണിനെ വിളിക്കുകയാണ്. മൊബൈൽ എടുത്തത് പ്രിയങ്കയാണ് കേട്ടോ. മൊബൈൽ എടുക്കാൻ നോക്കുമ്പോൾ അത് വിളിക്കണം, പ്രിയങ്ക ചേച്ചി ആയിരിക്കുമെന്നൊക്കെ, പ്രിയങ്ക എങ്ങനെ അല്ല ചേച്ചി ആയിരിക്കുമെന്നൊക്കെ വരുണിനെ വിളിക്കുന്നതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് പ്രിയങ്ക. എന്തായാലും എടുക്കാമെന്ന് ചിന്തിച്ചെടുക്കുകയും ചെയ്യാണ്. വരുൺ എവിടെയെന്ന് ചോദിക്കുകയാണ് ദേവനാരായണൻ. വരുൺ പുറത്തുണ്ടെന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷമുണ്ടോ എന്നും പ്രിയങ്ക ചോദിക്കുമ്പോൾ, ഉണ്ട്, വിശേഷമുണ്ട്, രാധികയുടെ കല്യാണമാണെന്ന് പറയുന്നുണ്ട് ദേവനാരായണൻ. അപ്പോന്ന് പ്രിയങ്ക ചോദിക്കുന്നുണ്ട്. ആ സമയം എല്ലാ കാര്യങ്ങളും ദേവനാരായണൻ പറയുകയാണ്. ജീവൻ വന്ന് രാധികയെ കണ്ട കാര്യവും ജോത്സ്യൻ പറഞ്ഞ കാര്യവും മറ്റും. വരുണിനെ ഒന്ന് കിട്ടിയ ഒന്ന് കണ്ടിട്ട് പോകാമോ എന്ന് ചോദിക്കായിരുന്നു എന്ന് ദേവനാരായണൻ പറഞ്ഞപ്പോൾ, അച്ഛാ ഞങ്ങൾ ഒരുപാട് ദൂരത്താണ്, ഇപ്പോൾ പുറപ്പെട്ടാൽ പോലും നാളെ രാവിലെ മുഹൂർത്തത്തിന് മുമ്പ് എത്തുന്ന കാര്യം സംശയമാണ്. ടൂറിന്റെ കാര്യം മാത്രമല്ല, ഏട്ടനൊരു ചികിത്സയുടെ കാര്യം കൂടി ഉണ്ട്, നാട്ടുവൈദ്യന്റെ അടുത്താ. അദ്ദേഹം പല രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന ആളാണ്, കുറെ നാൾ ശ്രമിച്ചാണ് ഇപ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയിരിക്കുന്നതെന്ന് പ്രിയങ്ക പറയുന്നുണ്ട്. അച്ഛൻ ഇതിൽ വിഷമിക്കുകയൊന്നും വേണ്ട, ഇവിടെ എല്ലാവരെയും ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം, പരമാവധി മുഹൂർത്തത്തിന് മുമ്പ് എത്താനും ശ്രമിക്കാം, ആർക്കും പരാതിയില്ലാതെ നോക്കിയാൽ പോരെ. അച്ഛനിപ്പോൾ വരുണിനെയോ മുത്തശ്ശിയോ വിളിച്ച് സംസാരിച്ചാൽ എല്ലാം മതിയാക്കി അവർ പോരും. പിന്നെ ഏട്ടന്റെ ചികിത്സയ്ക്ക് 5-6 വർഷം കാത്തിരിക്കണം. പാവം എഴുന്നേറ്റ് നടക്കണ കാണാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അച്ഛാ, അതുകൊണ്ടാ പറയുന്നേ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ മോളെ, ആരെങ്കിലും പരാതി പറയുകയാണെങ്കിൽ മോൾ അച്ഛനെ വിളിക്കണം, അച്ഛൻ അവരവരോട് നേരിട്ട് സംസാരിച്ച് തീർത്തോളാന്ന് ദേവനാരായണൻ പറയാണ്. എന്താ അച്ഛാ, അവരെന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു അച്ഛൻ അറിയാവുന്നതല്ലേ, ഞാനൊരു കാര്യം പറഞ്ഞ് അവർക്ക് മനസ്സിലാവാതിരിക്കുമെന്ന് പറയാണ് പ്രിയങ്ക. എന്നിട്ട് ഫോൺ വച്ചോളാനും അച്ഛനോട് പ്രിയങ്ക പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അച്ഛൻ വിളിച്ച കാര്യം വരുൺ അറിയണ്ട, നമ്പർ ഡിലീറ്റ് ചെയ്താക്കാമെന്ന് ചിന്തിച്ചിട്ട് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയം ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും രാധികയുടെ കല്യാണത്തിന് അവൾ എത്തും യശോദയെ, എല്ലാവരും കൂട്ടിയെത്തുന്നു ഒക്കെ പറയുന്നുണ്ട് ദേവനാരായണൻ യശോദയോട്. പിന്നീട് കൽപ്പനയും പത്മിനിയും മുത്തശ്ശിയും സൂര്യയും ഒക്കെ കൂടി ആ കുന്നിന് മുകളിൽ എത്തുമ്പോൾ വരുണും പ്രിയങ്കയും കുറച്ച് മാറി നിൽക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. ഈ സമയം ദാ നിൽക്കുന്ന മുത്തശ്ശിയുടെ പ്രണയ ജോഡികൾ പുറംതിരിഞ്ഞെന്നൊക്കെ കൽപ്പന പറയുന്നുണ്ട് മുത്തശ്ശിയോട്. അവര് തമ്മിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഇന്നിപ്പോ കാണാലോ എന്നും പറയുന്നുണ്ട്. ആ സമയം തീരുമാനമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് വരുണിനോട് പ്രിയങ്ക പറയുന്നുണ്ട്. പണത്തിന്റെ കാര്യമാണെങ്കിൽ ഇങ്ങനെ കൂടെ കൂടെ ചോദിക്കേണ്ട, സമയമായാൽ ഞാൻ അങ്ങ് തരുന്നു പറയാണ് വരുൺ.
അതേതാ സമയം അച്ഛന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ട് വരുൺ. എനിക്കത് കേൾക്കണ്ടെന്ന് ഞാനും പറഞ്ഞു. എനിക്ക് ഈ നിമിഷം പണം കിട്ടണം. ഇല്ലെങ്കിലോ എന്ന് വരുൺ പറയുമ്പോൾ ദേ ആ പാറ കണ്ടോ, അതിന് മുകളിൽ നിന്ന് ഞാനങ്ങ് ചാടും. കണിമംഗലത്തെ കൊച്ചുമോൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിനെ കൊക്കയിൽ തള്ളിയിട്ടെന്ന് എല്ലാവരും അറിയട്ടെ. ഓഹോ, പേടിപ്പിക്കുകയാണോ? പേടിപ്പിക്കുകയൊന്നും അല്ല, ചെയ്യാൻ പോകുന്ന കാര്യം തന്നെയാ പറയാഞ്ഞത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ, ചാട്. എന്റെ വാശി വരുൺ കണ്ടിട്ടില്ലല്ലോ. ചെയ്യാൻ പറഞ്ഞില്ലേ, കാണിക്കുന്ന വരുൺ പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ട് മറ്റുള്ളവർ കുറച്ച് മാറി നിൽക്കുന്നുണ്ട്. പ്രിയങ്ക പെട്ടെന്ന് ഓടിപ്പോവാണ്. പിന്നിൽ നിന്ന് പ്രിയങ്ക നിൽക്കുന്നു പറഞ്ഞ് വിളിച്ച് വരുൺ പിന്നാലെ ചെല്ലുന്നുണ്ട്. പ്രിയങ്ക ഓടിപ്പോകുന്നുണ്ട്. വരുൺ പെട്ടെന്ന് അവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ. കണ്ണു തുറന്ന് കാണും മുത്തശ്ശി, പ്രണയം തന്നെയാ അവർ രണ്ടുപേരും തമ്മിലെന്ന് കൽപ്പന പറയുന്നുണ്ട്. പ്രിയങ്കയെ പിടിച്ചിട്ട് നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നതെന്ന് വരുൺ ചോദിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ തന്നെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് തരണം എന്ന് പറയുന്നുണ്ട് പ്രിയങ്ക. അല്ലെങ്കിൽ ഞാൻ ചാടുമെന്നും എന്റെ ജീവിതം ഇല്ലാതായിക്കോട്ടെ, അതോടെ തന്റെ ജീവിതം നശിക്കുമെന്നും പറയാണ്. ആ സമയം എന്ത് ഭ്രാന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് വരുൺ. വീണ്ടും ചാടാൻ നോക്കുമ്പോൾ അടങ്ങി നിൽക്കുക അവിടെ എന്ന് വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയം അവരവിടെ നിൽക്കുന്ന കാണുന്ന പ്രിയങ്ക വരുൺ ഒന്ന് താഴേക്ക് നോക്ക, കണിമംഗലത്തെ പട വന്ന് നിൽപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. നാളെ ഹണിമൂണിന് അയച്ച് നമ്മളെ വാച്ച് ചെയ്യാൻ നിൽക്കുകയാണ് അവർ. എന്താ ചെയ്യണ്ടേ, എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അവസാനിപ്പിച്ച് തരട്ടെ ഞാൻ. ദേ അമ്മയുണ്ട്, ഏട്ടനുണ്ട്, മുത്തശ്ശിയുണ്ട്, അവരിതൊന്നും അറിയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് വരുൺ. അറിയാൻ പാടില്ലല്ലേ? ഓക്കെ, നമുക്കത് മാനേജ് ചെയ്യാം. പക്ഷെ എനിക്ക് എന്തു തരും? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അഭിനയിക്കണമെങ്കിൽ കൂലി വേണം. ഇപ്പോ ആ കൂടി നിൽക്കുന്നവരെ വിശ്വസിപ്പിക്കണമെങ്കിൽ പറഞ്ഞുറപ്പിച്ച തുകയുടെ 5 ലക്ഷം അത്രയും മതി. 5 ലക്ഷമോ എന്ന് ചോദിച്ച് ശരിയെന്ന് പറയാണ് വരുൺ. ഓക്കെ എന്ന് പറഞ്ഞ് പോ അവിടുന്ന് എന്ന് പറഞ്ഞ് പ്രിയങ്ക വരുണിനെ കുസൃതിയോടെ തള്ളി ഓടുകയാണ്. പിന്നാലെ വരുണും വന്നിങ്ങനെ പിടിക്കുന്നുണ്ട് കുസൃതിയോടെ. ആ സമയം കണിമംഗലത്തെ അവരെ കണ്ടു എന്ന് നടിച്ചിങ്ങനെ പ്രിയങ്ക കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്.